ഇന്ന് നമ്മൾ സഫാരി കാർസിലേ ഒരു സംഭവം നടക്കാൻ പോവാണ് അല്ലേ? ഇന്ന് ഞങ്ങൾ ഒരാളെ പിരിച്ചുവിടാൻ പോവാണ് അല്ലേ? സഫാരി കാർസ് ചിലപ്പോൾ ആദ്യമായിട്ടേക്കാണ് ഇങ്ങനെ ഒരാളെ നമ്മൾ പിരിച്ചുവിടുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടോളി. നമ്മളെ സഫാരി കാർസിൻ്റെ ഒരു പ്രധാന കയ്യാളാണ്. എന്തായാലും നിങ്ങളെല്ലാവർക്കും അറിയണ തന്നെയാക്കാരം സംഭവം. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പിരിച്ചുവിടണം? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഗുണപാഠമുണ്ട്. ഒരു സ്റ്റാഫ് എങ്ങനെ പ്രവർത്തിക്കരുത്, പ്രവർത്തിച്ചാൽ അയാൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലേ? സഫാരി കാർസിൽ അയാൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ അയാളെ നമ്മൾ പിരിച്ചുവിടുന്നത് അല്ലേ? ആ ബുദ്ധിമുട്ട് എന്താണ്, ഒരാൾ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഗുണപാഠങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്റ്റാഫിനെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. പിരിച്ചുവിടുന്നത് എന്തിനാണെന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം. പിരിച്ചുവിടുന്ന ആളിപ്പോൾ കാണിക്കാം. ആളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മുസ്തു അല്ലേ? മുസ്തു, അപ്പോൾ മുസ്തുവിനെ ഇന്ന് സഫാരി കാർസിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി പിരിച്ചുവിടുകയാണ്. മുസ്തുവിനെ കൊണ്ട് ഇവിടെ സഹിച്ചാൽ വെച്ചാൽ, കാരണം മുസ്തുവിനെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരിക്കണ് അല്ലേ മുസ്തു? അപ്പോൾ മുസ്തുവിനെ പിരിച്ചുവിടാന്നുള്ളൊരു അഭിപ്രായം വന്നു. കാരണം സഫാരി കാർസിൽ പുതിയ ആൾക്കാർ വന്നു അല്ലേ? അപ്പോൾ മുസ്തുവിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭാരമായി അല്ലേ? അപ്പോൾ എന്താ മുസ്തുവിനോട് ഞാൻ പറഞ്ഞു, മുസ്തു അന്നെ കൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സഹിച്ചാൽ വെച്ചാൽ ഇനി മുസ്തു വിട്ടോന്ന് പറഞ്ഞാണ്ട് മുസ്തുവിനെ പിരിച്ചുവിടാം. നിങ്ങൾ അങ്ങനെയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ വൈമാറി കൊടുത്തു. മുസ്തു വൈമാറി കൊടുത്തിട്ട് മുസ്തു പോവാണ്. പക്ഷെ അങ്ങനെയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഒരിക്കലും അല്ല. പോവാണ്. അതായത് മുസ്തു പുതിയ സ്ഥാപനം തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാവും, മുസ്തു സഫാരി കാർസിൽ വന്ന് വണ്ടി കച്ചവടമൊക്കെ പഠിച്ച് പുതിയ കാറിൻ്റെ ഷോറൂം തുടങ്ങി പോവാണ് അല്ലേ? മുസ്തു ഇപ്പോൾ കുറച്ച് ദിവസം ഒരു മാസമായിട്ട് സഫാരി കാർസിൽ നിന്ന് ലീവിലാണില്ലേ അല്ലേ? അപ്പോൾ കുറേ ആൾക്കാർ മുസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സഫാരി കാർസുമായിട്ട് പ്രശ്നം? എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ മുസ്തുവിന് എന്താ സംഭവം, എന്താ ഇതിൻ്റെ കാരണം നമ്മൾ തന്നെ വ്യക്തമാക്കി തരാം. നിങ്ങൾ ചിന്തിക്കണ ഒന്നും ആവില്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മുസ്തു ഇപ്പോൾ നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി മുസ്തു? ഇപ്പോൾ 4 വർഷമായി. അന്ന് ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുസ്തുവിനെ നമ്മൾ പരിചയപ്പെടുത്തലും അല്ലേ? എല്ലാവർക്കും അറിയാമെന്ന് പറയാൻ കാരണം അതാണ്. മുസ്തുവിനെ നമ്മൾ പിന്നെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നമ്മളൊരു വണ്ടിയൊക്കെ മുസ്തുവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോഴും ചോദിച്ചു ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഷോറൂമിൽ വന്നിട്ട് ചോദിച്ചു മുസ്തുപ്പ എവിടെ ചോദിച്ചു. കാരണം എറണാകുളത്തേക്ക് പോയതിനു ശേഷം 6 മാസം കുറെ കാലം ഗ്യാപ്പ് വന്നല്ലോ. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറും മുന്നേ വന്ന ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചു മുസ്തുവിനെ ചോദിക്കും. അവിടെ ശരിക്കും മുസ്തു അവിടെ ജോയിൻ ചെയ്യാൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ, മുസ്തു സത്യത്തിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് മുസ്തു എന്നെ കാണുന്നത് അല്ലേ? മുസ്തു പരിചയപ്പെട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മളെ ഫോളോവേഴ്സിനും ഇതിൽ വലിയ പ്രചോദനമുണ്ട്. കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ട ആളാണ് നിന്റെ കൂടപ്പുറപ്പ് പോലെ ഇവിടെ നിൽക്കണം. ഇപ്പോഴും പരിചയപ്പെട്ടത് മാത്രമല്ല, ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അങ്ങനെ പോയി കണ്ട് മെസ്സേജ് അയക്കൊന്നുമില്ല. പക്ഷെ ഇത് അൻഫർക്കാനുള്ള ഇഷ്ടം കൊണ്ടും ആ ഒരു താല്പര്യം കൊണ്ടും മെസ്സേജ് അയച്ച് പിന്നെ അടുത്ത് തന്നെയാണ്. പക്ഷെ പരിചയപ്പെട്ടപ്പോഴും നമ്മൾ നേരിട്ട് കാണാനൊന്നും പറ്റില്ല. പക്ഷെ ആ ഇഷ്ടം കൊണ്ട് ഞാൻ നിരന്തരം ഫോളോ ചെയ്യും, മെസ്സേജ് ഒക്കെ ചെയ്യും. വരണം ആഗ്രഹമുണ്ട്, കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഷോറൂമിൽ വന്നു, പരിചയപ്പെട്ടു അല്ലേ? പരിചയപ്പെട്ടതിന് ശേഷം മുസ്തു എന്ത് ചെയ്തു, നമ്മളെ ഷോറൂമിൽ ഒരു ടാങ്കും ചിത്രം വരയ്ക്കും. നിങ്ങൾ നമ്മൾ ആദ്യത്തെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ വരച്ചത് ആരാണ്? മുസ്തുവാണ്. അങ്ങനെ ഈ ആടിൻ്റെ പണി നടക്കുമ്പോഴാണ് മുസ്തുവിന് കുറേ കൺസെപ്റ്റ് ഇവിടെ, നമുക്കത് ചെയ്താലോ ഇത് ചെയ്താലോ നമുക്ക് അവിടെ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു ഫിഷ് പോണ്ട് ഉണ്ടാക്കണം. ഇതാണ് കംപ്ലീറ്റ് സാധനം മുസ്തു ഏറ്റെടുത്തു. അതായത് നമ്മൾ വെൽക്കം ചെയ്ത ആ ബോർഡ് ഫ്രെയിം കാര്യങ്ങളൊക്കെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ ഞാൻ അതിന് അപ്രൂവ് കൊടുത്തു. പിന്നെ ഞാനൊന്നും അറിയണില്ല, കംപ്ലീറ്റ് അതിൻ്റെ പിന്നാലെ നടന്ന്. കാരണം ഈ ഒരു സംഭവത്തിന് അത്രത്തോളം പാഷനാണ്. ഏത് ചെടി കുഴിച്ചിടുക, അതേപോലെ ഫിഷ് പോണ്ട് ഉണ്ടാക്കുക, ചിത്രം വരയ്ക്കുക, എന്തെങ്കിലും ഒരു കലകൾ, അതിന് അന്ന് മുതലേ ഉള്ള ആളാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുസ്തുവിൻ്റെ ഐഡിയക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളത് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ചെടികളാണെങ്കിലും, ഇപ്പോൾ ചെടി ചെയ്യാൻ ആളുണ്ടെങ്കിലും മുസ്തുവിൻ്റെ ഐഡിയയിൽ ചെയ്യും. അതേപോലെ ആ ഫിഷ് പോണ്ട് ഒറ്റക്ക് ഉണ്ടാക്കിയത് മുസ്തു അല്ലേ? വേറെ ആരും കൂടിയില്ല. അതേപോലെ വന്നിട്ടില്ല. അങ്ങനെ മുസ്തു അവിടെ അന്ന് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ മുസ്തുവിനോട് ചോദിച്ചത്, മുസ്തു ഏതായാലും ഇപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേ ടൈമിൽ ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ അവനവിടെ പണിയെടുക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നാൽ കസ്റ്റമറോട് എന്നിട്ട് പറയാം അവലിപ്പോൾ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ മുസ്തുവിനോട് പറഞ്ഞു, മറ്റേ ഏതൊരു സിനിമയിലുണ്ടല്ലോ പിന്നെ അല്ലേ, ഇതിൻ്റെ കൂടെ പോരുന്ന വെച്ചില്ലേ, എന്ന പോലെ ആ മുസ്തുവിനോട് മുസ്തു ഒന്ന് കഴിഞ്ഞ് പോലെ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞ് മുസ്തുവിനെ അവിടെ നിർത്തിയതാണ്. അപ്പോഴും മുസ്തുവിൻ്റെ ഒരു പാഷൻ അപ്പുറത്തുണ്ട്. മുസ്തുവിന് നമ്മളിലെ സ്നേഹം കൊണ്ടാണ് സഫാരി കാർസിൽ കയറുന്നത്. ആ കയറുന്നത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് കയറിയതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം അന്ന് തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓഫീസിലുണ്ട് പല ചിത്രങ്ങളുണ്ട്, ഓരോ സാധനങ്ങൾ, കുറേ കാറൊക്കെ വെച്ചിട്ട് സാധനം ഉണ്ടാക്കിയാണ്, റെസിനാർട്ട്. അങ്ങനെ അത് മുസ്തുക്കാക്ക് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കൊച്ചിയിൽ ഷോറൂം എടുക്കുന്നതും അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ മുസ്തുവിനെ എന്ത് ചെയ്തു,
അടുത്ത മുസ്തുവിൻ്റെ പേശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചി ഷോറൂമിൻ്റെ കംപ്ലീറ്റ് ഇൻചാർജ് എന്ത് ചെയ്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് A-Z രാവും പകലും മുസ്തു അവിടെ നിന്ന് അത് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തു അല്ലേ. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് ആൾക്കാരെ അത് ഏൽപ്പിച്ചിട്ടാണ് മുസ്തു അവിടുന്ന് ലീവ് എടുത്തത്. അതുവരെ അവിടെയുണ്ട് കുറേ ചിത്രങ്ങൾ, അടിപൊളി ചിത്രങ്ങളൊക്കെ മുസ്തു വരച്ചതാണ്. ഈ തിരക്കിലൊക്കെ അവന് ഷോറൂമിൻ്റെ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് രാത്രി എന്താ പരിപാടി എനിക്കറിയോ, റൂമിൽ പോയിട്ട് എന്താ അതിൻ്റെ പേര്, ക്യാൻവാസൊക്കെ വാങ്ങി അതൊക്കെ ഒട്ടിച്ച് ഞാൻ ഫ്ലാറ്റ് പോയപ്പോ കണ്ടിരുന്നു കളർ ഉണ്ടാവും ടേബിളിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു നല്ലൊരു കാറിന്റെ ഫോട്ടോ ഒക്കെ അതൊക്കെ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി പോയാൽ ഫ്ലാറ്റിൽ പോയാൽ പിന്നെ പരിപാടി എന്താ വെച്ചാൽ ചിത്രം വരക്കുക. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസിനെ പറ്റി പഠിച്ചു നോക്കുമ്പോഴാണ് ഇത് ലക്ഷങ്ങളും കോടികളും വിലക്ക് ആരും വെക്കുന്നുണ്ട്. പല ആർട്ടിസ്റ്റുകാരും ഓരോ ചിത്രത്തിനനുസരിച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷോറൂമിലുള്ള ഈ ചിത്രങ്ങളൊക്കെ ഓരോ ആർട്ടിസ്റ്റുമാർ വലിയ ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് ആരും വരച്ചതാണ്. അപ്പോൾ അത്ര രീതിയിൽ കഴിവില്ല ഒരാളാണ് മുസ്തു. അപ്പോഴാണ് നമ്മൾ ആ സ്റ്റോറി വരക്കാൻ വേണ്ടിയിട്ട് മുസ്തുവിനോട് ചോദിച്ചൊന്ന് ഞാൻ വരക്കട്ടെ. ഞാൻ പറഞ്ഞു ഇജ് സഫാരി കാർസിൻ്റെ മാനേജറാണ്, ഇനി ചിത്രം വരക്കാൻ ഇവിടെ നിൽക്കല്ലേ, ഒരാളെ കൊടുത്ത് വരപ്പിക്കാറ്. കാരണം ആ പീക്ക് ടൈമായി ഉദ്ഘാടനത്തിൻ്റെ. എന്നിട്ട് അയാൾ വരക്കുമ്പോൾ ഇവൻ അവിടെ പോയി നിൽക്കുക. അപ്പോൾ അത്രത്തോളം പാഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ മുസ്തുവിനെ ഒരു ടൈമിൽ വിളിച്ചു. മുസ്തു എന്നോട് ഇടയ്ക്ക് പറയാം നമുക്ക് ഇതിൻ്റെ ഒരു സംഭവം തുടങ്ങണം. അങ്ങനെ മുസ്തുവിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി അല്ലേ മുസ്തു അത് പൂർണ്ണമായിട്ട് പിന്നെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവാണ്. ഒരു ബിസിനസ്സുകാരനായിട്ടാണ് മുസ്തു സഫാരി കാർസ് എന്ന് ഇറങ്ങുന്നത്, അല്ലാതെ വെറും മുസ്തു ആയിട്ടല്ല അല്ലേ. അല്ല, അത് ആ ഒരു ബിസിനസ്സുകാരനാവാനുള്ളൊരു മെന്റാലിറ്റി വന്നത് ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ അതിന് മുമ്പേയും കുറെ കാലങ്ങളായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ട് പോകുക തന്നെയാണ്. പക്ഷെ ഈ ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനുള്ളൊരു ധൈര്യം വന്നത് അത് ഇവിടെ നിന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കത് പറ്റിക്കോളും. അപ്പൊ നല്ലൊരു കോഴ്സാണ് 3-4 കൊല്ലം കൊണ്ട് കിട്ടിയത്. ചെറിയ കോഴ്സ് അല്ല. കാരണം മുസ്തുവിന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും ഇനി മുസ്തു നേരിടും. അത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുസ്തുവിനെ ആട്ടി. ഇപ്പോൾ മുസ്തു 6 കൊട്ടേഷൻ 7 കൊട്ടേഷനൊക്കെ എടുത്തിട്ട് എൻ്റെ ഇതിൽ വരും ഓരോ പരിപാടികൾ. എന്നിട്ട് ഞാൻ മുസ്തുവിനോട് പറയും ഇത് ഞാൻ നോക്കൂല, ഈ ഒരു 7 കൊട്ടേഷനെ പറ്റി ഓരോ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ച് അതിലേതാണോ നമുക്ക് പ്രോഫിറ്റ് കമ്പനിക്ക് യോജിച്ച് ഈ തന്നെ കൊടുക്കുക. ചിലത് പാളുമ്പോൾ അതിന് വീണ്ടും പഠിച്ച് വീണ്ടും മനസ്സിലാക്കി ഇല്ലേ മുസ്തു. അത്രത്തോളം വലിയൊരു കോഴ്സ് കഴിഞ്ഞിട്ടാണ് മുസ്തു ബിസിനസ്സൊക്കെ ഇറങ്ങാൻ പോണത്. അപ്പോൾ എനിക്കും അതിൽ ഒരുപാട് എന്തുണ്ട്, അഭിമാനമുണ്ട്, നമുക്കും അഭിമാനമുണ്ട്. കാരണം നമ്മളെ കൂടെ ഒരാൾ വന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുന്നത്, ഒരു ബിസിനസ്സുകാരനാക്കിയിട്ടാണ് കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് മുസ്തുവിൻ്റെ സെൻഡ് ഓഫാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മുസ്തുവിൻ്റെ സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷനാണ്. ആരാ ഇനാഗുറേഷൻ ചെയ്തത്? ഇന്ന് എനിക്ക് 100% അത് അതിനെ യോജിച്ചത് ഈ ആളിനെയാണ്. എനിക്ക് വേറെ ആരും വേറല്ല. അന്ന് ഞങ്ങളത് മുസ്തുവിൻ്റെ സ്ഥാപനം നമ്മൾ തന്നെ ഇനാഗുറേഷൻ ചെയ്യും അല്ലേ. ശരിക്കും ഇങ്ങനെ ഒരു പിരിച്ചുവിടൽ ആദ്യമായിട്ടേക്കാരം എവിടെയൊക്കെ അല്ലേ അല്ലേ മുസ്തു? ഇങ്ങനെ പിരിച്ചുവിടൽ നമ്മൾ കണ്ടിരിക്കണോ? അപ്പോൾ ശരിക്കും മുസ്തുവിനെ ഇങ്ങനെ പിരിച്ചുവിട്ടാലും പോരാ അല്ലേ. അന്ന് എല്ലാവരും നമ്മൾ മുസ്തുവിന് ഒരു കാറ് നമ്മൾ സമ്മാനം കൊടുത്തിരുന്നു, ഒരു ഫോർഡ് ഫിയസ്റ്റ. കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു ആ പാവത്തിന് ഫിയസ്റ്റ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോർഡ് ഫിയസ്റ്റ 17 വർഷം ഫോർഡിൻ്റെ പിന്നെ മെയിൻ സ്ഥാനത്തിലുള്ള ആളുകൂടെ ഉണ്ട്. അദ്ദേഹം ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞേ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അത്, ടൈറ്റാനിയം ഫോർഡ് ഫിയസ്റ്റ. അത്രത്തോളം പ്രീമിയം ആളുകൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഞാൻ അത്രത്തോളം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന വണ്ടിയാണ് മുസ്തുവിന് കൈകാര്യം ചെയ്തത്. എന്നിട്ട് അത് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടില്ല അന്നത്തെ മറുപടി ഞങ്ങൾ ഇന്നാ കൊടുക്കണത്, പിന്നെ നമുക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു അവസരം വന്നപ്പോൾ കൊടുക്കാം. അങ്ങനെ ഒരു ഫിയസ്റ്റ മുസ്തുവിന് കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ അല്ലേ മുസ്തു? അത് ഇന്നും മുസ്തു അടിപൊളിയായിട്ട് ഉപയോഗിച്ച് പോടുണ്ട്. പക്ഷെ ഇന്ന് മുസ്തുവിനെ പറഞ്ഞേക്കുമ്പോൾ ഞങ്ങൾക്കൊരു തോന്നൽ ആ വണ്ടി ഒന്ന് മാറ്റാനായി, 4 കൊല്ലമായില്ലേ അല്ലേ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വണ്ടി മുസ്തുവിന് വീണ്ടും ഒരു ഗിഫ്റ്റ് നമ്മൾ സമ്മാനമാക്കി കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടില്ല ഇവിടെ അല്ലേ പിന്നെ ജക്കിമോനെ കൊടുക്കല്ലേ. അന്ന് ജക്കിമോന് ശരിക്കും എത്ര വയസ്സ്, 4 വയസ്സോ? അന്ന് ജക്കിമോൻ ആ സർപ്രൈസ് പൊളിക്കാൻ നിന്നതായിരുന്നു അല്ലേ. വീണ്ടും മുസ്തുക്കാക്കി നമ്മൾ സമ്മാനം കൊടുക്കുക. അന്ന് ജക്കിമോൻ തന്നെ ഇതറിയില്ല, എനിക്കറിയില്ല. ശരി, ഇത് ആര് ജക്കിനോട് പറഞ്ഞിട്ടില്ല അല്ലേ. എന്നാ വരി നമ്മൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നിട്ട് ഒന്ന് കൈയടിച്ചിട്ട് വരിക. വേറെ സങ്കടം ഉണ്ട് ഞങ്ങൾക്ക്, നമ്മളെ ഫുൾ ടീമിനോട് എത്തിക്കാൻ പറ്റിയില്ല. അസിമോ ഇല്ല, മോനില്ല, അഫില്ല. ഇന്ന് നമ്മൾ സ്കെയിലപ്പിൻ്റെ ഒരു പ്രോഗ്രാം പെരിന്തൽമണ്ണ നടക്കുന്നുണ്ട്. പിന്നെ കൊച്ചി ഷോറൂമിലാണ് ഒരു 10 ആൾ അവിടെയാണുള്ളത്. അപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിക്കാനും പറ്റിയില്ല. ഇനി മുസ്തുവോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 4 വർഷത്തിൽ സഫാരി കാർസത്തെ ഒരു അനുഭവം എന്താ? സഫാരി കാർസത്തെ അനുഭവം എന്ന് വെച്ചാൽ 4 വർഷത്തിന് മുമ്പേ ഞാൻ ജീവിച്ചു പോകുന്ന ലൈഫും 4 വർഷത്തെ അവിടെ ഇങ്ങോട്ടുള്ള ലൈഫും ഭയങ്കര മാറ്റമാണ്. ചെറിയ മാറ്റം എന്നല്ല, ഇപ്പൊ അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇറങ്ങാന്ന് പറയുമ്പോഴും സഫാരിന്ന് എന്തിനാ ഇറങ്ങണത് എന്ന് വെച്ചാൽ ചോദ്യം വരാനുള്ള കാരണം സഫാരി കാസിന്റെ വളർച്ചയും ആ വളർച്ചന്റെ ഒപ്പം ഞാൻ ഉണ്ടായി എന്നുള്ളതും
അതിനോടൊപ്പം തന്നെ ഇങ്ങനെ സ്ഥാപനത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടേക്ക് ഇങ്ങോട്ട് എത്ര മുന്നിട്ട് പോയാലും ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ സ്വപ്നം കണ്ട സംഗതികളുണ്ട് പലതും. ഞാൻ ഇപ്പോൾ ഇയാളെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ഞാൻ മൂപ്പരെ ഒപ്പം ഡ്രൈവറായി പോവുക, മൂപ്പരെ കൂടെ പോവുക, മൂപ്പരെ മാനേജറായി നിൽക്കുക, ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് സ്വപ്നം കണ്ട സാധനമാണ്. ആ സംഗതി എനിക്ക് പടച്ചോൻ പതുക്കെ ഈ 4 കൊല്ലത്തിനുള്ളിൽ ഈ പറഞ്ഞ സംഗതി ഒക്കെ പടച്ചോൻ എനിക്ക് നേരിടുന്നുണ്ട്. പലർക്കും പല നടന്മാർക്ക് ഇഷ്ടമുണ്ടാവും, ഞാൻ ഓപ്പണായിട്ട് പറയാണ്, പലർക്കും ഇഷ്ടമുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും അങ്ങനെ ഒരു വ്യക്തിനെ ഇഷ്ടമുണ്ടെങ്കിൽ അത് അൻഫൽക്കാണ്. ആ മൂപ്പരെ കൂടെ ഇത്ര ഈ ഒരു വലങ്കജ്ജായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയത് അഭിമാനമുണ്ട്. അത് ഞാൻ അറിഞ്ഞാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാലും പോയിട്ടില്ലെങ്കിലും ഒക്കെ എനിക്ക് പറയാതെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു സംഗതി പറയണമെങ്കിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റും, അതേപോലെ ഇങ്ങനെ ഒരു സ്ഥാപനം, ചെറിയൊരു സ്ഥാപനമാണെങ്കിലും അല്ലെങ്കിൽ വലിയ സ്ഥാപനമാണെങ്കിലും ഇങ്ങനെ തുടങ്ങാനുള്ളൊരു ധൈര്യം എനിക്ക് തന്നത് അത് ഇവിടുന്ന് തന്നെയാണ്. കാരണം അത്രത്തോളം ഞാൻ ആ ഒരു മേഖലയ്ക്ക് ഞാൻ ഇറക്കി വിട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നത്തെ വീഡിയോ കണ്ടു, കാരണം ഒരു 7-8 ലക്ഷം ആളുകൾ അത് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞ 2 ആഗ്രഹം ചോദിച്ച്, ഒരാഗ്രഹം ഒന്നും പറയണ്ട, അല്ല 2 ആഗ്രഹം അത് അന്ന് കണ്ടോൽക്ക് അറിയാം. ആ 2 ആഗ്രഹവും ഞാൻ അത് ഇവിടെ നിന്നിട്ടാണ് എനിക്ക് അത് പറ്റിയത്. അൽഹംദുലില്ലാ, അതിനും പടച്ചവനോടും നന്ദി പറയാണ്. ഇനി നമ്മൾ പോണത് ഉദ്ഘാടന സെക്ഷനിലോട്ടാണ്. അതിന് മുന്നേ വണ്ടി ഒന്ന് കൈമാറാം. മുസ്തോ, ഈ വണ്ടി കൈമാറുമ്പോൾ കുറേ ആൾക്കാർക്ക് ചോദ്യം ഉണ്ടാവും, നിങ്ങൾ ബെൻസും BMW ഒക്കെ വിറ്റിട്ട് മുസ്തൂര് സ്വിഫ്റ്റ് ഡിസയറാണ് കൊടുക്കണേ. ഒരുപാട് യാത്രകളിലും ചർച്ചയിലും ഞാൻ മുസ്തൂൻ്റെ ഉള്ളെടുത്തിട്ടുണ്ട്. മുസ്തൂന് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഞാൻ അത് സെലക്ട് ചെയ്യാൻ കാരണമുണ്ട് അല്ലേ? മുസ്തൂന് മൈലേജ് വേണം, യാത്ര കംഫർട്ട് വേണം, ഇനി മെയിൻ്റനൻസ് കമ്മി വേണം. അങ്ങോട്ടുള്ള യാത്രയിലും ഇങ്ങനത്തെ വണ്ടി ഇനി ആൾക്കാർ മെയിൻ്റനൻസ് കൂടുതലൊന്നും അറിയില്ല. ഇങ്ങനത്തെ വണ്ടി മുസ്തൂന് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും കൂടെയാണ് നമ്മൾ ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. ഇനി ഒരു സംരംഭകനായിട്ട് സഫാരി കാർസിൽ വന്നിട്ട് BMW, ബെൻസ്, ഇനി വേണമെങ്കിൽ റോൾസ് റോയ്സ് തന്നെ വാങ്ങാൻ മുസ്തൂന് സാധിക്കട്ടെ. അന്ന് റോൾസ് റോയ്സ് തരാൻ, അന്ന് സഫാരി കാർസ് തലയുയർത്തി നിൽക്കട്ടെ. മുസ്തു ഒരു ബിസിനസ്സുകാരനാവാനാണ് പോണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വണ്ടി ഇപ്പോൾ കാണിക്കാം. നിങ്ങൾ വണ്ടിമൊക്കെ നോക്കണ്ട അല്ലേ? വണ്ടിയൊക്കെ അടിപൊളി വണ്ടി തന്നെയാണ്. ഞങ്ങൾ സിംഗിൾ ഓണർഷിപ്പിൽ നല്ല ക്ലീൻ വണ്ടിയാക്കിയിട്ട് തന്നെയാണ് മുസ്തുവിന് കൈമാറുന്നത്. ഞാൻ അതിന് കുറ്റപ്പെടുത്താൻ കുറേ ആൾക്കാരുണ്ടാവും. അതെ, എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഞാൻ വെറുതെ പറയണല്ല, ഞാൻ ഈ ചെറുപ്പത്തിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ആഗ്രഹപ്പെട്ട വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ. ഇൻഷാ അല്ലാ. അപ്പം എന്നാൽ നമുക്ക് വണ്ടി കാണിക്കാം അല്ലേ? എന്നിട്ട് ഞങ്ങൾ നേരെ ഉദ്ഘാടനത്തിന് പോകും. എന്നിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഈ വീഡിയോ അവസാനിക്കുക. ഇനി നേരെ നിങ്ങൾ മുസ്തുവിൻ്റെ സ്ഥാപനം കാണി. അതിലുപരി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളെ വീട്ടിലോ നിങ്ങളെ സ്ഥാപനത്തിലോ നിങ്ങളെ ബിൽഡിങ്ങിലോ ഇനി അതല്ല നിങ്ങൾക്ക് മതിലിലോ എവിടെയെങ്കിലും ആർട്ടുകൾ ചിത്രം വരക്കാണ്ടെങ്കിൽ, അതായത് ആർട്ടിന്റെ A to Z സംഭവങ്ങൾ, ചിത്രം ആയിക്കോട്ടെ, അതുപോലെ ഈ സിമെന്റ് ആർട്ട് ആയിക്കോട്ടെ, ഈ മരങ്ങൾ ഉണ്ടാക്കുക, എംബോസിങ്, റെസിന്, ക്യാൻവാസ് ആർട്ട്, അതുപോലെ ഡിജിറ്റൽ ആർട്ട് ബേസിൽ ഗാർഡൻ സെറ്റ് ചെയ്യണം. ഇതേപോലെ നമ്മളിവിടെ ടാങ്ക് ഒക്കെ കാണിക്കാം. അതേപോലെ കുട്ടികൾക്ക് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യണം. സ്കൂളുകൾ, മദ്രസകൾ, അങ്ങനത്തെ സംഭവങ്ങളും എല്ലാ പരിപാടിയും. അനക്ക് ടാങ്കോ? അനക്ക് ഇനി എവിടെ ടാങ്ക്? ഇതിൻ്റെ ഇടയിൽ തന്നെ ഓൻ്റെ കാര്യം പറയാണ്. ഓനൊരു ടാങ്ക് വീട്ടിലുണ്ടാക്കാൻ പറയലാണെങ്കിൽ കുറേ ഇൻഷാല്ലാ കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടേ ഇത്തരം ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് മുസ്തുവിനെ കോൺടാക്ട് ചെയ്യാം. മുസ്തുവിനെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്. മുസ്തുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് കയറി ഫോളോ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു സംരംഭകനായി വരട്ടെ. ഒരു സംരംഭകം വളർന്നു വരുമ്പോൾ ആർക്കൊക്കെ ഉപകാരപ്പെടും മുസ്തു? കാരണം മുസ്തു അത് പഠിച്ചു. ഒരുപാട് ആൾക്കാർക്ക് മുസ്തുവിന് തൊഴിൽ കൊടുക്കാൻ കഴിയട്ടെ. ഒരു സംരംഭകം വളർന്നു വരിക പറഞ്ഞാൽ ചെറിയ കളിയല്ല. ഇത് വലിയൊരു ലോകത്തേക്കാണ് മുസ്തു കടന്നു പോണത്. അപ്പോൾ മുസ്തുവിന് എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ ആശംസകളും, എല്ലാ പ്രാർത്ഥനയും, എല്ലാ പിന്തുണയും കേട്ടോ. എനി ടൈം കട്ടൊക്കെ നമ്മളും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു. ഇത് ഞങ്ങളെല്ലാവരും ടൂർ പോയതാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തതിനും മുസ്തുവിൻ്റെ അവിടെ പാത്തച്ചതേനും അല്ലേ മുസ്തു? അങ്ങനെ മാഷാ അല്ലാ ഉദ്ഘാടനമൊക്കെ കഴിച്ചില്ല മുസ്തു? മുസ്തുവിൻ്റെ ഫാമിലി, കൂട്ടുകാരന്മാർ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പരിപാടിയിൽ അല്ലേ? അപ്പോൾ ഇതാണ് മുസ്തുവിൻ്റെ സ്ഥാപനം. ഇതൊക്കെ ഇപ്പോൾ മുസ്തു വരച്ചതാണ്. ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ പെട്ടെന്നായിരുന്നില്ലേ? ഇതിലൊരുപാട് ചിത്രങ്ങൾ ഇനി വരാണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സർവീസുകൾ ഒന്നും പാടെ പറഞ്ഞു തുടങ്ങി. സർവീസുകൾ വെച്ചാൽ വാളാർട്ട്, ഈ സ്കൂളുകള്, മദ്രസകള്, അതുപോലെ പിന്നെ സ്ഥാപനങ്ങള്, വീടുകള്, കിൻഡർ ഗാർഡൻ സെറ്റിങ്, അതുപോലെ ഈ സിമെന്റ് ആർട്ടുകള്, ആർട്ടിന്റെ A to Z സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല. സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മേലാറ്റൂർ ടൗണിൽ തന്നെ കേട്ടോ.
വേക്കാനൊന്നുമില്ല. ഈ കോംപ്ലക്സിന് എന്താ പറയുക, ഓട്ടോ കോംപ്ലക്സ്. ഓട്ടോ കമ്പനി കോംപ്ലക്സിൽ വന്നാൽ മുസ്തുവിൻ്റെ ഓഫീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്യുക അല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും. താഴെ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പിന്തുണകളും. അപ്പോൾ ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും പേജിൽ കയറി. പിന്നെ അതുപോലെ ഇതിൻ്റെയൊക്കെ ഈ വരക്കുന്ന ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളുടെ വീഡിയോ ഒക്കെ വരും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ പറ്റി പഠിക്കേണ്ട ആൾക്കാർക്കും കോൺടാക്ട് ചെയ്യാം.